നമസ്കാരം. രഹ്ന ഫാത്തിമ രഹ്ന ഫാത്തിമയുടെ ഒരു വാക്ക്, കുറച്ച് വാക്കുകൾ. സത്യത്തിൽ രഹ്ന ഫാത്തിമ എന്നൊരു വ്യക്തിയോടല്ല, രഹ്ന ഫാത്തിമമാരോട്, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. സ്വച്ഛന്ത വിഹാരം, മലയാളത്തിൽ പറഞ്ഞ അഴിഞ്ഞാട്ടം, അത് നടത്തുന്ന പുതുതലമുറയിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കറിയില്ലൊരു പക്ഷേ, ജാഹിലിയ കാലഘട്ടം, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അറേബ്യൻ ഉപദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം കേവലം ലൈംഗികതയിൽ പരിമിതപ്പെടുത്തിയതായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നുള്ള മാറ്റം മദീനയിൽ വെച്ച് ഇസ്ലാം ഉയർത്തെഴുന്നേറ്റ സമയം, അവിടെ വന്ന മാറ്റം, ജാഹിലിയ കാലഘട്ടത്തിലെ വൈകൃതാത്മകമായിട്ടുള്ള ബന്ധങ്ങൾക്ക് വന്ന മാറ്റം, ആ സമയത്ത് അവതീർണമായിട്ടുള്ള പരമകാരുണികൻ്റെ ചില കൽപ്പനകൾ, അത് നിങ്ങൾ അറിയണം. അത് കുറച്ചെങ്കിലും നിങ്ങൾ അറിയണം. നോക്കുക, വെറും ലൈംഗിക ബന്ധത്തിൽ പരിമിതപ്പെടുത്തിയതായിരുന്നു അന്നത്തെ സ്ത്രീ പുരുഷ ബന്ധം. പുരുഷന്മാർക്ക് സ്ത്രീകളോട് അഭിനിവേശമുണ്ടാകണം, അതിനു വേണ്ടിയിട്ടുള്ള സൗന്ദര്യ പ്രദർശനം, ശരീരഭാഗങ്ങളുടെ പ്രദർശനം, അതിൻ്റെ പേരിലുണ്ടാകുന്ന അഴിഞ്ഞാട്ടം, അതിൻ്റെ പേരിലുണ്ടാകുന്ന സ്വച്ഛന്ത വൃത്തി. അക്കാലത്ത് അവിടെ ഇതൊക്കെ സാധാരണ സംഭവങ്ങളായിരുന്നു. സാധാരണയിൽ കവിഞ്ഞൊരു കാര്യമായിരുന്നില്ല അന്ന്. അന്നത്തെ ആ ജാഹിലിയ കാലഘട്ടത്തിൽ, പിന്നീട് ഇസ്ലാം ശക്തി പ്രാപിക്കുന്നതുവരെയും ഈ വിധത്തിലുള്ള ലൈംഗിക അരാജകത്വത്തിന് സ്ത്രീ പുരുഷന്മാർ രണ്ടുപേരും തുല്യമായിട്ടുള്ള നിലയിൽ ഉത്തരവാദികളായിരുന്നു. ഈ അരാജകത്വത്തിന് പ്രധാന കാരണം മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയായിരുന്നു. തങ്ങൾ നാൽക്കാലികളായിട്ടുള്ള മൃഗങ്ങളല്ല, തങ്ങൾ മനനം ചെയ്യുന്ന മാനവരാണ്, വെറും വികാരജീവികളല്ല. വിചാരം കൊള്ളാനുള്ള ശേഷി നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അതിലുള്ള അജ്ഞത, മാനുഷിക മൂല്യങ്ങളിലുള്ള അജ്ഞത, അതാണ് ഒരു കാരണം. ഒപ്പം സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന മഹിമയും അവർക്കറിയില്ല. ഒരു സ്ത്രീയുടെ യഥാർത്ഥ മഹിമയെന്ത്, പെരുമയെന്ത്, അതും ആ പാവങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ അറിയില്ലായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പരമകാരുണികനും സർവശക്തനുമായിട്ടുള്ള ദൈവത്തോടുള്ള ഭയഭക്തിയുടെയും അടിമത്ത മനോഭാവത്തിൻ്റെയും ഭൂമികയിൽ നിന്ന് ഉരുത്തിരിയേണ്ടുന്ന, അതിൽ നിന്ന് ഉത്ഭൂതമാകേണ്ടുന്ന ആധ്യാത്മിക ഔന്നത്യമുണ്ട്. ആന്തരികമായിട്ടുള്ള ഔന്നത്യം, ആധ്യാത്മികമായിട്ടുള്ള ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർത്തു വെക്കേണ്ടുന്ന തീർത്തു വെക്കേണ്ടുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അഭാവം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം, സ്ത്രീകളുടെ സൗന്ദര്യ പ്രദർശനം, സ്ത്രീകളുടെ ശരീര പ്രദർശനം, ഇതിനൊരു വിഘ്നവും അവിടെ ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഒരു സാധാരണ സംഭവം മാത്രമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും, അഥവാ മിക്കപ്പോഴും, യാതനകളും വേദനകളും സഹിക്കേണ്ടി വന്നത് സ്ത്രീജനങ്ങൾക്കായിരുന്നു എന്നുള്ളതാണ് സത്യം. ഹിജറയ്ക്ക് ശേഷം മദീനയിലെത്തി സർവ്വവിധത്തിലും ശക്തി പ്രാപിച്ച് നബി തിരുമേനി ഉയർത്തിക്കൊണ്ടുവന്ന് ദാർശനികമായ, ചിന്താപരമായ,
ആധ്യാത്മികമായിട്ടുള്ള വിപ്ലവത്തിന് നേരെ വിരൽ ചൂണ്ടിയ ആളുകൾ നിരവധിയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതുപര്യന്തം ഉണ്ടായിരുന്ന ജീവിതചര്യ, അഴഞ്ഞ ജീവിതം, സ്വച്ഛന്ത വൃത്തി, സ്ത്രീകൾ വെറും തങ്ങളുടെ കാമസമ്പൂർത്തിക്കുള്ള, ലൈംഗിക സംതൃപ്തിക്കുള്ള ഉപകരണങ്ങളായിട്ട് കണ്ട ആ വ്യവസ്ഥ, അതിൽ നിന്നുള്ളൊരു മാറ്റം, ആധ്യാത്മികമായിട്ടുള്ള മാറ്റം, ചിന്താപരമായിട്ടുള്ള ദാർശനികമായിട്ടുള്ള മാറ്റം ഉൾക്കൊള്ളാൻ അവിടെയുള്ളവർക്ക് കഴിഞ്ഞിരുന്നില്ല. ആയതുകൊണ്ട് തന്നെ നബി തിരുമേനിയുടെ നേരെ വിരൽ ചൂണ്ടിയവർ ഏറെയാണ്. ജൂതന്മാർ വിരൽ ചൂണ്ടിയിട്ടുണ്ട്, കപട വിശ്വാസികൾ വിരൽ ചൂണ്ടിയിട്ടുണ്ട്, ബഹുദേവത ആരാധനക്കാർ വിരൽ ചൂണ്ടിയിട്ടുണ്ട്, വിഗ്രഹാരാധനക്കാർ വിരൽ ചൂണ്ടിയിട്ടുണ്ട്, അസൂയ പൗശന്യം പോലെ കുശുമ്പുള്ളവർ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. അവരൊക്കെ നബി തിരുമേനിയുടെ കടുത്ത ശത്രുതയിലാവുകയും ചെയ്തു. ആ ശത്രുത അവർ പലപ്പോഴും തീർത്തത് സൗന്ദര്യമുള്ള സ്ത്രീകളുടെ മാനത്തിൻ്റെയും മര്യാദയുടെയും മേലായിരുന്നു. ഒരിക്കലും ഒരു മുസ്ലിം സ്ത്രീയെ ജൂതന്മാർ അവഹേളിച്ചു, തുടർന്ന് ദേഹോപദ്രവം ചെയ്തു. അതിൻ്റെ പേരിൽ ബൈനൂക്ക ഗോത്രത്തിന് നാട് വിട്ടോടി പോകേണ്ടി വന്നു. ഇത്തരം സംഭവങ്ങൾ നബി തിരുമേനിയുടെ ജീവിതകാലത്ത് തന്നെ മദീനയിൽ ഏറെ ആപത്തുകൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. വീടിന് പുറത്തിറങ്ങുന്ന സ്ത്രീകൾ തങ്ങളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാതിരുന്നാൽ, ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കാതിരുന്നാൽ ഇപ്രകാരമുള്ള ദ്രോഹങ്ങൾ ആരിൽ നിന്നും അവർക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ആയതുകൊണ്ട് തന്നെയാണ് കുലസ്ത്രീകൾ ആയിട്ടുള്ളവർക്ക് ചില ബാഹ്യമുദ്രകൾ അവരുടെ വസ്ത്രധാരണ രീതിയിൽ പോലും വിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചത്. അതാണ് നിങ്ങൾ അറിയേണ്ടത്, അതാണ് രഹന ഫാത്തിമമാർ അറിയേണ്ടത്. അപ്രകാരമുള്ള വസ്ത്രധാരണ വിശേഷം വഴി ആ സ്ത്രീയെ സമൂഹം തിരിച്ചറിയുന്നു. അവർ കുലീനയാണെന്നറിയുന്നു. അവൾ ദീനിൻ്റെ, ഈശ്വരവിശ്വാസത്തിൻ്റെ, അന്തസ്സിൻ്റെയും ആഭിയാത്യത്തിൻ്റെയും മാർഗത്തിൽ സഞ്ചരിക്കുന്നവളാണെന്നറിയുന്നു. അവൾ വിശുദ്ധ പ്രമാണങ്ങളെ അനുസന്ധാനം ചെയ്യുന്നവളാണെന്നറിയുന്നു. അങ്ങനെ വരുന്ന സമയത്ത് മറ്റുള്ളവർ മനസ്സ വജസ കർമ്മണ അവളിൽ നിന്നും ബഹുമാന പുരസ്സരം അകലം പാലിക്കുന്നു. ഖുറാനിൽ അവതീർണമായിട്ടുള്ള ദിവ്യസൂക്തം നോക്കുക. സത്യവിശ്വാസം കൈക്കൊണ്ട പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകൾ, അവർ യാതൊരു തെറ്റും ചെയ്യാതിരിക്കെ തന്നെ അവരെ ദ്രോഹിക്കുന്നവർ വലിയ തെറ്റും കുറ്റവുമാണ് ചുമക്കുന്നത്. അല്ലയോ നബി, നിന്റെ ഭാര്യമാരോടും പെൺമക്കളോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും പറയുക, അവർ തങ്ങളുടെ ജിൽബാബുകൾ ശരീരത്തിൽ താഴ്ത്തിയിടട്ടെ. അവരെ തിരിച്ചറിയാൻ ഉപയുക്തമായിട്ടുള്ള നടപടിക്രമം അതാണ്. അപ്പോൾ അവർ ഉപദ്രവിക്കപ്പെടുകയില്ല. ഈ വിധത്തിലുള്ള സൂക്തങ്ങൾ അറേബ്യയിൽ നിലവിലുണ്ടായിരുന്ന ലൈംഗികതയുടെ അടിസ്ഥാനത്തിലുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങൾ പിഴുതെറിയാൻ അന്ന് അവിടെയുള്ള മുസ്ലിം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആത്മബലം നൽകി എന്നുള്ളതാണ്. സുശക്തമായിട്ടുള്ള കുടുംബജീവിതത്തിൻ്റെ അടിത്തറയുടെ മേലെ സമൂഹത്തെ കെട്ടിപ്പടുക്കുക, അതായിരുന്നു ഇസ്ലാമിൻ്റെ ലക്ഷ്യം. അതിൽ പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് സ്ത്രീയുടെ സുരക്ഷിതത്വം. മറ്റുള്ളവർ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രയത്നിക്കേണ്ടതുണ്ട്. അതിനുപരിയായിട്ട് അവരവർ തന്നെ, സ്ത്രീകൾ തന്നെ തങ്ങളുടേതായിട്ടുള്ള സുരക്ഷിതത്വത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഈ രഹന ഫാത്തിമമാർ അറിയേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സുരക്ഷിതത്വം, അവൾ സ്വയം ഉണ്ടാക്കുന്ന സുരക്ഷിതത്വം, അതുവഴി അവളിൽ ജ്വലിക്കുന്ന അന്തസ്സും ആഭിജാത്യവും, അതാണ് ആ അന്തസ്സിൻ്റെയും ആഭിജാത്യത്തിൻ്റെയും മേലെയാണ് ഒരു സമൂഹം കെട്ടിപ്പടുത്തി ഉയർത്തേണ്ടത് എന്ന് സാരം. വലിയ കാരണങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും വികേന്ദ്രീകൃത രൂപങ്ങളാണ് നമുക്കറിയാം സമൂഹങ്ങൾ. സമൂഹങ്ങളുടെ വികേന്ദ്രീകൃത രൂപങ്ങളാണ് കുടുംബങ്ങൾ. കുടുംബങ്ങളുടെ ഭദ്രതയാണ് സമൂഹത്തിൻ്റെ ഭദ്രത. സമൂഹത്തിൻ്റെ ഭദ്രതയാണ് രാഷ്ട്രത്തിൻ്റെ ഭദ്രത. കുടുംബ ഭദ്രതയുടെ അടിസ്ഥാനം നിങ്ങൾ അറിയണം. കുടുംബ ഭദ്രതയുടെ അടിസ്ഥാനം കുടുംബിനിയാണ്. മക്കളെ അവരുടെ കയ്യിലാണ് കിട്ടുന്നത്. അവരെ സത്തായിട്ടുള്ള, നല്ലവരായിട്ടുള്ള, ദേവതുല്യനായിട്ടുള്ള, സദ്ഗുണസമ്പന്നരായിട്ടുള്ള കുട്ടികളായിട്ട് വാർത്തെടുക്കേണ്ടതും
ഈ രാഷ്ട്രത്തിലേക്ക് അവരെ സംഭാവന ചെയ്യേണ്ടുന്നതിൻ്റെ പ്രധാന ചുമതല സത്പ്രജാസൃഷ്ടി എന്ന ചുമതല കുടുംബിനിയുടേതാണ്. കുടുംബിനിയുടെ തുഷ്ടിയും പുഷ്ടിയും കുടുംബത്തിൻ്റെ സൃഷ്ടിക്ക് ഊടും പാവുമാണ്. ആത്യന്തികമായിട്ട് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തിൻ്റെ തന്നെ സൃഷ്ടിക്ക് കുടുംബിനിയുടെ തുഷ്ടിയും പുഷ്ടിയുമാണ് അതിന് ഊടും പാവുമായിട്ട് നിൽക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്വച്ഛന്ത വൃത്തി ഇഷ്ടപ്പെടുന്ന, അഴിഞ്ഞാട്ടം ഇഷ്ടപ്പെടുന്ന നിങ്ങളെപ്പോലുള്ള രഹന ഫാത്തിമാമാരെ പോലുള്ള സർവ്വ ആളുകൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിൽ വ്യഭിചാരം മഹാപാപമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. കാരണം വ്യഭിചാരം ഒരു രാഷ്ട്രത്തെ തന്നെ തകർക്കുന്നു, സ്ത്രീയുടെ അന്തസ്സിനെ തകർക്കുന്നു, ആഭിജാത്യത്തെ തകർക്കുന്നു. അത് കുടുംബത്തെ തകർക്കുന്നു, കുടുംബം സമൂഹത്തെ തകർക്കുന്നു, സമൂഹം രാഷ്ട്രത്തെ തകർക്കുന്നു. ആയതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സൗന്ദര്യ പ്രകടനവും ശരീരപ്രകടനവും അഴിഞ്ഞാട്ടവും വരുത്തി വയ്ക്കുന്ന വിപത്തുകൾ എന്താണെന്നറിയാൻ ഖുർആൻ സൂക്തങ്ങൾ അവർക്ക് മാർഗം കാണിച്ചു കൊടുത്തു എന്ന് സാരം. അക്കാലത്ത് അവതീർണമായിട്ടുള്ള ഖുർആൻ സൂക്തങ്ങൾ നോക്കുക. അതിൽ പറയുന്നു, അല്ലയോ നബി, ദൃഷ്ടികൾ കീഴ്പോട്ട് താഴ്ത്താനും ജനനേന്ദ്രിയങ്ങൾ സൂക്ഷിക്കാനും സത്യവിശ്വാസികളോട് ഉപദേശിക്കുക. പരിശുദ്ധി നേടാൻ അവർക്ക് അതാണ് ഉത്തമമായിട്ടുള്ള കാര്യം. അവർ എന്തെന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അതിനെക്കുറിച്ചെല്ലാം അള്ളാഹു സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു. ദൃഷ്ടികൾ കീഴ്പോട്ട് താഴ്ത്താനും ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കാനും സത്യവിശ്വാസികളോട് ഉപദേശിക്കേണ്ടതുണ്ട്. സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ നിന്ന് വെളിപ്പെട്ട് കിടക്കുന്ന ഭാഗമല്ലാതെ മറ്റൊന്നും അവർ പ്രദർശിപ്പിച്ചു പോകരുത്. തങ്ങളുടെ ശിരോവസ്ത്രം അവര് മാറിലേക്ക് താഴ്ത്തിയിടട്ടെ. ഭർത്താക്കന്മാര്, പിതാക്കന്മാര്, ഭർത്തൃപിതാക്കന്മാര്, പുത്രന്മാര്, ഭർത്തൃപുത്രന്മാര്, മറ്റുള്ള ഭാര്യമാരിലുണ്ടാകുന്ന പുത്രന്മാര്, സഹോദരന്മാര്, സഹോദരപുത്രന്മാര്, സഹോദരിപുത്രന്മാര്, മറ്റു സ്ത്രീകൾ, യുദ്ധ തടവുകാരായി തങ്ങളുടെ അധീനതയിലുള്ളവർ, ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഒട്ടുപോലുമില്ലാത്ത പരിചാരകന്മാർ, ലൈംഗിക രഹസ്യങ്ങൾ അറിഞ്ഞുകൂടാത്ത കുട്ടികൾ എന്നിവരുടെ മുമ്പിലല്ലാതെ തങ്ങളുടെ സൗന്ദര്യം വെളിവാക്കരുത്. തങ്ങളുടെ ഗോപ്യമായിട്ട് സൗന്ദര്യം മറ്റുള്ളവർ അറിയാൻ ഉതകും വിധം അർമാദിച്ച് നടക്കരുത്, ചവിട്ടി നടക്കുകയും അരുത്. സത്യവിശ്വാസികളെ, ജീവിത വിജയം പ്രാപിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊള്ളുക. ഇങ്ങനെ ഇസ്ലാം സ്ത്രീ പുരുഷ ബന്ധങ്ങളെ സാവധാനം പുതിയ മോശയിൽ വാർത്തെടുത്തു. എന്തിനു വേണ്ടി? ഇതാണ് നിങ്ങൾ അറിയേണ്ടത്. കുഴപ്പമുണ്ടാവാൻ ഇടയില്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രമായിട്ട് ആ കാലഘട്ടത്തിൽ ഇസ്ലാം നിഷ്കർഷിച്ചു സ്ത്രീ പുരുഷ ബന്ധം ഒതുങ്ങി നിൽക്കേണ്ടതുണ്ട് എന്ന്. എന്നാൽ ജീവിതത്തിൻ്റെ ഇതര മേഖലകളിൽ സ്ത്രീ പുരുഷന്മാർ സമന്മാരാണ്, എല്ലാവരും ദൈവദാസന്മാരാണ്. നന്മ തിന്മകളിലും ദൈവഭയത്തിലും ഇരുവർഗവും ഒരുപോലെ ഉത്തരവാദികളാണ്. ഇത് അന്നത്തെ കാലത്ത് തന്നെ എഴുതി വെച്ചതാണ്. അന്നത്തെ കാലത്ത് തന്നെ അവതീർണമായിട്ടുള്ള ദൈവവചനങ്ങളാണ്. ഇതാണ് സ്വന്തം ശരീരം സ്വന്തം മക്കളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന രഹന ഫാത്തിമമാരെ പോലുള്ള ആളുകൾ അറിയേണ്ടത്. പരസ്യമായിട്ട് നടുറോട്ടിൽ നിന്ന് രാജപാതകളിൽ നിന്ന് ചുംബന സമരം നടത്തുന്നവർ അറിയേണ്ടത് ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഒരു രഹന ഫാത്തിമയെന്ന് ഒറ്റപ്പെട്ടൊരു വ്യക്തിയോടല്ല സംവദിക്കുന്നത്. അതൊരു പ്രതിഭാസമാണ്. പുതിയ കാലഘട്ടത്തിലെ ഒരു പ്രാകൃതമായിട്ടുള്ള പ്രതിഭാസമാണ്. സ്വച്ഛന്തമായിട്ടുള്ള സഞ്ചാരം, സ്വച്ഛന്തമായിട്ടുള്ള പ്രവൃത്തികൾ, അഥവാ സാധാരണ ഭാഷയിൽ പറഞ്ഞ അഴിഞ്ഞാട്ടം, അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ സൂചകമാണ് എന്നാണ് ഇവരെല്ലാവരും കരുതുന്നത്. അവർ ചെയ്യുന്നത് സ്വന്തം കാല് സ്വയം വെട്ടി ആ ചോര കുടിക്കുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. തങ്ങളുടെ പുതുതലമുറയ്ക്ക് അവർ കൊടുക്കുന്നത് മഹത്തായിട്ടുള്ള തെറ്റിൻ്റെ സൂചകങ്ങളാണ്, ശരികേടിൻ്റെ സൂചകങ്ങളാണ്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
സ്ത്രീകൾക്ക് സമൂഹം കൽപ്പിച്ചു വെച്ചിട്ടുള്ള അന്തസ്സും ആഭിയാത്യവും പെരുമയും മഹിമയും അത് സ്വയം നഷ്ടപ്പെടുത്തുകയാണ് ഈ കൂട്ടർ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് രഹന ഫാത്തിമമാർ അവർ മലർന്നു കിടന്ന് മാർത്ത് തുപ്പുകയാണ് ഇവർ, ഈ കൂട്ടം ആളുകൾ. ആത്മനാശത്തിൻ്റെ വഴിയാണ് ഇവരുടേത്. അത് പുതിയ തലമുറയിലേക്ക് പടർത്താനും അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള കാര്യം. നമസ്കാരം.